നമസ്കാരം. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് അധിക നികുതി ഏർപ്പെടുത്തിയ ട്രംപ് ഭരണകൂടം 25% നികുതിയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെഴ്സഡസ് ബെൻസും BMW ഉൾപ്പെടെയുള്ള കാർ കമ്പനികളെല്ലാം തന്നെ ഇതോടെ ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുകയാണ്. അതേസമയം അമേരിക്കയിൽ കാറുകളുടെ വില വല്ലാതെ കൂടുന്നതോടെ അമേരിക്കയിലെ ജനങ്ങളും ഇപ്പോൾ ട്രംപിനെതിരെ രംഗത്തെത്താനുള്ള സാധ്യതയും കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ ട്രംപ് തന്നെയാണ് ഈ ഒരു അധിക നികുതി ഏർപ്പെടുത്തിയ കാര്യം പ്രഖ്യാപിച്ചത്. അമേരിക്കക്കാർക്ക് പരമാവധി തൊഴിൽ ലഭിക്കണം എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. മാത്രമല്ല, വ്യക്തത ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അമേരിക്കയിൽ തന്നെ നിർമ്മിക്കുന്ന പല കാറുകളിലും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാറുണ്ട്. ഈ കൂട്ടിച്ചേർക്കുന്ന ഭാഗങ്ങൾക്കും ഇപ്പോൾ ഏർപ്പെടുത്തിയ അധിക നികുതി ബാധകമാണ്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക നിർമ്മിക്കുന്ന കാറുകൾക്കും വില കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത മാസം 2 മുതലാണ് ഈ പുതിയ നികുതി വർധന നിലവിൽ വരുന്നത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ മിത്രങ്ങൾക്കും ശത്രുക്കൾക്കുമെല്ലാം ഇത് ഒരുപോലെ ബാധകമാണ് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം മാത്രം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. പുതിയ നികുതി ഏർപ്പെടുത്തുന്നതോടെ കാറുകൾക്ക് വലിയ തോതിൽ വില വർദ്ധിക്കുന്നത് അമേരിക്കക്കാരെ വെട്ടിലാക്കുകയില്ലേ എന്ന ചോദ്യത്തിന് ട്രംപിൻ്റെ മറുപടി, അമേരിക്ക ഇപ്പോൾ മികച്ച സാമ്പത്തിക സ്ഥിതിയിലാണ്, അതുകൊണ്ട് തന്നെ അതാരെയും ദോഷകരമായി ബാധിക്കില്ല എന്നാണ്. കാറുകളുടെ വില $3,500 മുതൽ $12,000 വരെ വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് വിപണിയിലെ വിദഗ്ധർ പറയുന്നത്. അതേസമയം ട്രംപ് പറയുന്നത് വിപണിയിലെ മാറ്റങ്ങളൊന്നും തന്നെ ബാധിക്കുകയില്ല എന്ന്, താൻ അക്കാര്യം ശ്രദ്ധിക്കാറേയില്ല എന്നുമാണ്. ട്രംപിൻ്റെ ഉറ്റ അനുയായിയായ ഇലോൺ മസ്കിൻ്റെ വാഹന കമ്പനിയായ ടെസ്ലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചത് എന്ന് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചു. അതിന് അദ്ദേഹം നൽകിയ മറുപടി, ഈ ഒരു തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ മസ്കിന് യാതൊരു തരത്തിലുമുള്ള പങ്കുമില്ല എന്നാണ്. മാത്രമല്ല, ടെസ്ലയുടെ കാറുകളൊക്കെ തന്നെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈയിടെ വൈറ്റ് ഹൗസിൽ ടെസ്ലയുടെ നിരവധി വാഹനങ്ങൾ ഒരു ദിവസം പ്രദർശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് ഒരു കാറ് താൻ വാങ്ങുകയാണ് എന്ന് അന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ട്രംപും ഇലോൺ മസ്കും കൂടി ഈ കാറിനകത്ത് കയറിയിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ അന്ന് പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതായാലും ട്രംപിൻ്റെ ഈ ഒരു പുതിയ നീക്കം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇനി പുതിയ കാർ വാങ്ങുമ്പോൾ ഒരുപാട് വില നൽകേണ്ടി വരും. അമേരിക്ക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാറില്ലാതെ ജീവിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഈ രീതിയിൽ നികുതി വർധനയുമായി ട്രംപ് വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങളെ കൂടുതൽ കഷ്ടത്തിലാക്കും എന്നാണ് അവർ കരുതുന്നത്. ഏതാണ്ട് 1 മാസം മുമ്പ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്കും ട്രംപ് 25% അധിക നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മികച്ച നിലവാരമുള്ള കാറുകൾ നിർമ്മിക്കപ്പെടുന്നത് ജർമ്മനിയിലാണ്. മെഴ്സഡസ് ബെൻസും BMW പോലെയുള്ള കാറുകളൊക്കെ തന്നെ എത്തുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഇനി മുതൽ ഇത്തരത്തിലുള്ള ആഡംബര വാഹനങ്ങൾ വാങ്ങണം എന്നാഗ്രഹിക്കുന്ന അമേരിക്കരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതയായിരിക്കും അവരെ കാത്തിരിക്കുന്നത്.